അമൃതയെടുത്ത് എന്റെ കാര്യം പറയാൻ വേണ്ടി സ്വാമിയുടെ അടുത്ത് വന്നിരുന്നു. അമൃതയെടുത്ത് അവിടെ തിരികെ വരുന്നതിന് മുമ്പേ എന്റെ അസുഖം മാറി. അതെന്റെ അത്ഭുത പ്രവൃത്തി കൊണ്ടൊന്നും അല്ല ശ്യാമേ. ഈ അഖിലാണ്ട മണ്ഡലത്തിന്റെ ശില്പി, ഈ ബ്രഹ്മാണ്ട സീമകൾക്കുള്ളിൽ എല്ലാമെല്ലാമായി വിളങ്ങുന്ന ദൈവം, അവനാണ് ശ്യാമയെ തൊട്ട് അസുഖം മാറ്റിയത്. എന്നാലും സ്വാമിയുടെ ഒരു മധ്യസ്ഥത അതിലുണ്ടായിരുന്നു. അവിടെ ആ വീട്ടിൽ ഈ കുട്ടിക്കൊരു ശത്രുവുണ്ട്. അവൾ ദുർമന്ത്രവാദം പോലത്തെ പ്രവൃത്തികൾ ചെയ്തിരുന്നു. അതാണ് ശ്യാമ രോഗിയായി വീഴാൻ കാരണം. നാദാംബികയുടെ അനുഗ്രഹം കുട്ടിക്ക് വേണ്ടുവോളമുണ്ട്. അതിലൂടെയാണ് കുട്ടി പ്രശസ്തയാകാൻ പോകുന്നത്. ശ്യാമ പ്രശസ്തയാവുമെന്നും ലോകമെമ്പാടും അറിയപ്പെടുന്നൊക്കെ സ്വാമി കഴിഞ്ഞ ദിവസം വന്നപ്പോ പറഞ്ഞിരുന്നു. ഉവ്വ്, ഞാൻ പറഞ്ഞത് എന്റെ മനക്കണ്ണിൽ തെളിഞ്ഞ സത്യമാണ്. സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറസ്തമിക്കുന്നത് സത്യമാണെങ്കിൽ നാം പറഞ്ഞതും സത്യം തന്നെയാ. എനിക്കങ്ങനെ പ്രശസ്തിയൊന്നും ആവണ്ട സ്വാമി. എനിക്ക് മനസ്സമാധാനം മതി. മനസ്സമാധാനത്തോടെ ജീവിച്ചാ മതി. ഓരോ ദിവസവും ഓരോ പുതിയ പ്രശ്നങ്ങളാ. ആത്മസംഘർഷങ്ങളും അസ്വസ്ഥതകളും ശ്യാമയ്ക്ക് മാത്രമല്ല, ദുഃഖവും ദുരിതവും വേദനയും സന്തോഷവും എല്ലാവർക്കുമുണ്ട്. ലോകത്തെന്തുതന്നെ വിലപ്പെട്ടതാണെങ്കിലും ഉറക്കം, സമാധാനം, സന്തോഷം ഇവയേക്കാൾ വലുതായി ഒന്നുമില്ല മോളെ. പക്ഷേ പകലിനൊരു രാത്രി എന്ന പോലെ സന്തോഷത്തിനൊരു ദുഃഖവും ഉണ്ടാകും. അതൊക്കെ അനുഭവിച്ചേ പറ്റൂ. ജീവിതം വളരെയേറെ പ്രതിസന്ധികൾ നിറഞ്ഞതാണ്. തരണം ചെയ്ത് മുന്നോട്ടു പോകാനുള്ള ഉൾക്കരുത്ത് നേടിയേ പറ്റൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും അടിക്കടി പ്രതികൂലങ്ങളുണ്ടാകും. കാരണം നിങ്ങൾക്കകത്തും പുറത്തും ശത്രുക്കളുണ്ട്. അതിനെന്താണ് സ്വാമി? പ്രശ്നങ്ങൾ വരും. ദൈവത്തോടടുത്ത് നിൽക്കുന്നവർക്ക് പ്രശ്നങ്ങൾ അനവധിയാണ്. പക്ഷേ അത് പരിഹരിക്കപ്പെടുകയും ചെയ്യും. നിങ്ങളുടെ പ്രശ്നങ്ങൾ ദൈവത്തിന്റെ പാദപീഠത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പരീക്ഷണങ്ങൾ ഏറെ ആയതുകൊണ്ട് ഞാനൊരു പരിഹാര പൂജ കൂടി നിർദ്ദേശിക്കാം. പറയൂ സ്വാമി. ഇവിടെ ചെങ്കൽ ശിവപാർവതി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണം. ദേവീദേവന്മാർക്ക് പൂജകൾ ചെയ്യണം. സ്വാമി. ശ്യാമയുടെ പ്രശസ്തിക്ക് തടസ്സമായേക്കാവുന്ന അനവധി ഉപദ്രവങ്ങൾ ശത്രുക്കൾ ചെയ്യും. അതിനെ നേരിടാൻ ശിവപാർവതിമാരുടെ അനുഗ്രഹം കൂടിയേ കഴിയൂ. ശരി, സന്തോഷത്തോടെ പൊയ്ക്കോളൂ. ഓം ശിവായ നമഃ. ഓം മഹേശ്വരായ നമഃ. എന്തായാലും തന്റെ അസുഖം മാറിയല്ലോ, അതിൽ വളരെ സന്തോഷം. ക്ഷീണവും രോഗമൊക്കെ മാറിയെന്ന് മാത്രമല്ല, തന്റെ മുഖത്തേക്ക് നോക്കിയാ ഇപ്പൊ ഫുൾ പോസിറ്റീവാ. തനിക്ക് എന്തെങ്കിലും അസുഖം വന്നാ എനിക്കുണ്ടാകുന്ന ടെൻഷൻ വല്ലതും തനിക്കറിയോ? എനിക്കറിയാം സർ. എനിക്കെന്തെങ്കിലും അസുഖം വന്നാ എനിക്ക് സാറിനെ കുറിച്ച് ഓർത്താ പേടി. സാറിന്റെ ആ സമയത്തെ മുഖഭാവം ഒന്ന് കാണേണ്ടതായിരുന്നു. താൻ എന്റെ പ്രിയപ്പെട്ടവളല്ലടോ. താനില്ലെങ്കിൽ പിന്നെ ഞാനുണ്ടോ?
തന്നെ ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന പാട്ടുകാരിയാക്കി ഞാൻ മാറ്റും. ഇനി മുതൽ എനിക്കുള്ള ലക്ഷ്യം അതാ. സാർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് പേരും പ്രശസ്തിയൊന്നും വേണ്ട. എനിക്ക് എൻ്റെ അഖിൽ സാറിന്റെ സ്നേഹമുള്ള ഭാര്യയായി സമാധാനത്തോടെ ജീവിച്ചാൽ മതി. ആ, അതിനപ്പുറം ഒരു ആഗ്രഹം എനിക്കില്ല. അത് തന്റെ ആഗ്രഹം. പക്ഷേ എന്റെ ആഗ്രഹം അതല്ലല്ലോ. ഒട്ടേറെ കഴിവും പ്രതിഭയുള്ള ശ്യാമേ ആനന്ദ നിലയത്തിന്റെ അടുക്കളയെ തളച്ചിടാൻ മാത്രം ഞാനൊരു ക്രൂരനല്ല. എന്റെ ശ്യാമയിലുള്ള സംഗീതം ദൈവം തന്നതാ. അത് മറ്റുള്ളവർക്ക് പകരാനുള്ളതാ. തന്റെ പാട്ടുകൾ ഈ ലോകർക്ക് മുഴുവൻ കേൾക്കാനുള്ളതാ. അതവരെ കേൾപ്പിക്കണം. എനിക്കും കേൾക്കണം എപ്പോഴും. എപ്പോഴും? അതെ, എപ്പോഴും. ഇപ്പൊ തന്നെ തന്റെ പാട്ട് കേൾക്കാൻ എനിക്ക് കൊതിയാവുക. എനിക്ക് വേണ്ടി താൻ പാട്ട് പാടുവോ? ദേ, ചില പാട്ടുകാർക്കുള്ള സ്ഥിര ഹെഡ് വെയിറ്റ് ഒന്നും കാണിക്കണ്ട കേട്ടോ. ഭാര്യയുടെ പാട്ട് കേൾക്കാന്നുള്ളത് ഭർത്താവിന്റെ അവകാശമാണോ? അമേരിക്കയിലൊക്കെ പ്രോഗ്രാം നടത്തുന്നതില് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. വിസ്മയുടെ പാട്ടത്ര ഗംഭീരമായതുകൊണ്ട് പ്രോഗ്രാം വിജയിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. എത്ര പ്രോഗ്രാം ഉണ്ട്? 3 പ്രോഗ്രാം. അറ്റ്ലാന്റിക്കയിലും ചിക്കാഗോയിലും ഫിലാഡൽഫിയയിലുമായിട്ടാണ് പ്രോഗ്രാം. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞങ്ങൾക്കൊരു സഹായി കൂടിയുണ്ട് കൂടെ. ഓ, അങ്ങനെയാണോ? ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. അതിന് തരൂ. ഇത് അഡ്വാൻസാ. എഗ്രിമെന്റ് പേപ്പറിൽ ഒപ്പിട്ട് തരേണ്ടി വരും. ഓ, അതൊന്നും വിഷയമുള്ള കാര്യമല്ല. വിസ്മയ എപ്പോഴാണ് വരുന്നത്? ഇപ്പൊ തന്നെ വരും. ഇരിക്കെ, ഞാൻ കാപ്പി എടുക്കാം. ഏയ്, വേണമെന്നില്ല. ആയിക്കോട്ടെ. സന്തോഷം. ഇവിടെ ശ്യാമേ, തന്റെ ഫോൺ റിങ് ചെയ്യുന്നു. എന്താടോ, ആരാ തന്നെ വിളിക്കുന്നത്? അരുന്ധതി മാഡം. താൻ ഫോൺ എടുക്ക. ഫോൺ സ്പീക്കറിലിടണം. എന്താണ് അവര് പറയുന്നതെന്ന് ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. എടുക്ക്. ഹലോ. എന്താടി എടുക്കാൻ ഇത്ര താമസം? നീ എവിടാ? ഞാൻ എന്റെ വീട്ടില്. ഓ, നീ ഇപ്പൊ തെക്കുംതല വാര്യത്താണോ? എന്താ, അവൻ നിന്നെ അവിടെ കൊണ്ടുവന്ന് വിട്ടോ?
ഞാൻ ആനന്ദ നിലയത്തിൽ എൻ്റെ ഭർത്താവിനൊപ്പം. ഓ, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. അത് പോട്ടെ. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാ ഇപ്പൊ വിളിച്ചത്. പറയൂ മാഡം. ഒരു അമേരിക്കൻ പ്രോഗ്രാം, 1 മാസത്തെ പ്രോഗ്രാമാ. നമുക്ക് പോണം. ഞാൻ കരാറിൽ ഒപ്പുവെച്ചു. നിന്നെ എനിക്കൊന്ന് കാണണം. എല്ലാം വിശദമായിട്ട് സംസാരിക്കാം. എടോ, വരാമെന്ന് പറ. ഞാൻ വരാം മാഡം. ശരി, വേഗം വാ. ഞാൻ കാവനടുത്തുണ്ടാവും. എടോ, താൻ പോണം. ഇനി കൂടുതലൊന്നും ആലോചിക്കാനില്ല. താൻ അവരുടെ മുഖത്ത് നോക്കി കാര്യം പറയുക. അവരുടെ ഒരു അമേരിക്കൻ പ്രോഗ്രാം. ദേ, എനിക്ക് നിങ്ങളുടെ അടിമയായി ഇങ്ങനെ നടക്കാനും വിസ്മയ്ക്ക് വേണ്ടി പാടാനും മനസ്സിലാന്ന് അങ്ങ് തുറന്നു പറയണം. ഓരോരുത്തരുടെ ടാലന്റ് ചൂഷണം ചെയ്യുന്നു. ദൈവം തന്ന തനിക്ക് ഈ സർഗശക്തി. അത് മറ്റുള്ളവരെ പ്രശസ്തിയാക്കാനുള്ളതല്ല. അവര് ഒരു ഉപകാരം ചെയ്തതുകൊണ്ട് ഇത്രയും നാൾ ഞാൻ 10 ലക്ഷമല്ല 10 കോടി കടം വാങ്ങിച്ചാലും നമുക്കത് വീട്ടാം. പക്ഷേ ഇത്രയും നാളും തന്റെ പ്രതിഭ ചൂഷണം ചെയ്ത അവളുണ്ടല്ലോ, അവള് വലുതായില്ലേ? അതിന് എത്ര ലക്ഷം തനിക്ക് കിട്ടണം? അതിന് ന്യായമായ മറുപടി തരട്ടെ, എന്നിട്ട് നമുക്ക് കാശ് കൊടുത്തേക്കാം. എടോ, താൻ ഒരു പാവമാണെന്ന് അറിയാവുന്നതുകൊണ്ടാ ആ അരുന്ധതി മകളും തന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ദുർബലനെ ബലവാൻ എന്നും കീഴ്പ്പെടുത്തിയിട്ടേ ഉള്ളൂ. താൻ പാവം ആകണ്ട, അതിന് ഞാൻ സമ്മതിക്കില്ല. ആനന്ദ നിലയത്തിൽ അഖിൽ വർമ്മയുടെ ഭാര്യ എന്ന അഹങ്കാരത്തിലൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. അല്ലാതെ തന്നെ സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഉള്ളവളാ ശ്യാമ. ഒരു കൊല്ലം കഴിയട്ടെ, തന്റെ പ്രൊഫൈൽ അറിയാവുന്നവർ അമ്പരന്ന് നിൽക്കും. അത്രയ്ക്ക് കഴിവുള്ളവളാ എന്റെ ശ്യാമ. അരുന്ധതി മകളും ശ്യാമയ്ക്കും കുടുംബത്തിനും ചെയ്ത ഉപകാരം കനിവോ കാരുണ്യോ കൊണ്ടൊന്നുമല്ല. ക്രൂരനായ ഒരു ബ്ലേഡ് കമ്പനിക്കാരന്റെ മനസ്സോടെയാ അവരത് ചെയ്ത്. വീടിന്റെ ആധാരം വരെ വാങ്ങി അവരവരുടെ അലമാരയിൽ വെച്ച് പൂട്ടി. എന്നിട്ട് തന്റെ സംഗീതം മകളുടെ പ്രശസ്തിക്ക് വേണ്ടി അങ്ങ് എടുത്തു. എടോ, ഇതൊക്കെ സാധാരണ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളാണോ? മനസ്സോ മനസ്സാക്ഷിയോ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? ഈ സ്ത്രീയും അവരുടെ മകളും മനുഷ്യജീവികൾ തന്നെയാണോ? എടോ, ഇവിടെ തോറ്റവർ പലരും ജയിക്കാൻ അറിയാൻ പാടില്ലാത്തവരല്ല, ചതിക്കാൻ അറിയാൻ പാടില്ലാത്തവരാ. ഇവരുടെ ചതിയും വഞ്ചനയും സഹിച്ച് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ മുന്നോട്ട് പോകാനാണോ തന്റെ ഉദ്ദേശം? ഭാര്യ ഭർത്താവിന്റെ അടിമയൊന്നുമല്ല. പക്ഷെ ചില കാര്യങ്ങളിൽ എന്റെ അഭിപ്രായം താൻ കേട്ടേ പറ്റൂ. എന്ത് വേണമെന്ന് സാറ് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു തരത്തിലുള്ള കോംപ്രമൈസും അവരോട് തനിക്ക് വേണ്ട. അവരുമായി ഒരു ബന്ധവും നമുക്ക് വേണ്ട. സ്ത്രീകളായതുകൊണ്ട് അവരോട് പകരം ചോദിക്കുന്നതിന് എനിക്ക് ചില പരിമിതികളൊക്കെ ഉണ്ട്. എങ്കിലും ഇത്രയും നാളും തന്നെ ഇങ്ങനെ വേദനിപ്പിച്ചതിനും കഷ്ടപ്പെടുത്തിയതിനും ഞാൻ അവരൊന്ന് കാണുന്നുണ്ട്. ഒരു കണക്കും അങ്ങനെ എഴുതി തള്ളാനൊക്കില്ല. അരുന്ധതിക്കും മകൾക്കും ഉള്ള കണക്ക് അഖിൽ തീർത്തിരിക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. താൻ പോയിട്ട് വാ. ദേ, ബോൾഡായിട്ട് നിന്ന് എന്നെ കാര്യങ്ങൾ പറയാ. അരുന്ധതി മകളും ഇന്ന് തന്റെ മറ്റൊരു ഭാവം കാണണം. മറ്റൊരു മുഖം താൻ കാണിക്കണം. ഇന്നതാ റെഡിയായി ചെല്ലാൻ നോക്ക്. ചെല്ല്.
ആഹാ, മിനിറ്റ് വെച്ച് നീ ഇവിടെ എത്തിയല്ലോ. എനിക്കൊന്ന് നെയ്യാറ്റിൻകര വരെ പോകാനുണ്ടായിരുന്നു. അതുകൊണ്ടാ നിന്നോട് ഇവിടെ വരാൻ പറഞ്ഞത്. ഡി, ഈ ജില്ല വിട്ട് എങ്ങോട്ടും പോവാത്ത നിനക്ക് അമേരിക്കയിൽ പോവാനുള്ള ഭാഗ്യം കൈവന്നിരിക്കുക. ഒരമ്പലവാസി പെണ്ണിന് ഇതിൽ പരം എന്ത് ഭാഗ്യമല്ലേ? 1 മാസത്തെ പ്രോഗ്രാമാ. കൂടും കുടുക്കൊക്കെ എടുത്ത് കൂടെ പോന്നോണം സമയമാകുമ്പോ. അച്ഛാ പോറ്റി, ഇന്നൊന്നും പറഞ്ഞേക്കരുത്. സായിപ്പന്മാരുടെ ഇടികൊള്ളാൻ ഇടവരുത്തരുത്. ആ, മാഡം പറഞ്ഞു കഴിഞ്ഞോ? എന്താ? അല്ല, എനിക്കും പറയാനുണ്ടായിരുന്നു. ഓഹോ, നിനക്കും പറയാനുണ്ടോ? എന്നാ കോലത്തെ കൊച്ചമ്മ പറഞ്ഞാട്ടെ. ഞാൻ മാഡത്തിനോട് വളരെ സീരിയസ് ആയിട്ട് പറയാം. ദയവായി ഇനിയും എന്നെ പരീക്ഷിക്കരുത്. എന്നെ വെറുതെ വിടണം. എന്താ എന്താ നീ പറഞ്ഞേ? വെറുതെ വിടണമെന്നോ? നീ ആരോടാ ഈ ധിക്കാരം പറയുന്നെന്ന് ഓർമ്മ വേണം. നിങ്ങളോട് മേടിച്ച കാശൊക്കെ ഞാൻ തിരിച്ചു തന്നേക്കാം. നീ മേടിച്ച കാശിപ്പോ ആർക്ക് വേണം? ആജീവനാന്തം, അതായത് മരണം വരെ പാടിക്കൊള്ളാമെന്നാണ് എഗ്രിമെന്റ്. അങ്ങനെ ഒരു എഗ്രിമെന്റ് ഇല്ലല്ലോ. ഞാൻ ഇനി വിസ്മയ്ക്ക് വേണ്ടി പാടില്ല. കാരണം നോക്കി ഒന്ന് തന്നാലുണ്ടല്ലോ. കാരണം നോക്കി തരാൻ വരുമ്പോ എന്റെ ഈ കൈ പുളി പറിക്കാൻ പോയിരിക്കുകയൊന്നുമല്ല. നിങ്ങൾ കൈ ഓങ്ങുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കും. എടീ, നീ എന്റെ കൈ നിങ്ങളുടെ മകളുടെ കരണത്ത് ഒരു തവണ വീണതാ. അത് മറന്നിട്ടില്ലല്ലോ. എടീ, നീ ഗാനഭൂഷണം GS അരുന്ധതിയെ വരട്ടുന്നോടി. നീ ഞാൻ വരച്ച വരയിൽ നിന്ന് പാടിത്തരും. അതൊക്കെ പണ്ടായിരുന്നു മാഡം. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ശ്യാമയ്ക്ക്. ആ കാലമൊക്കെ കടലെടുത്തു പോയി. എടീ, നീ ആരോടാ സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം. നല്ല പോലെ ഓർമ്മയുണ്ട് മാഡം. ഒരിത്തിൽ കണ്ണിയോടാ ഞാൻ സംസാരിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ എന്താടി പാരസൈറ്റ് ആണോ? കീടനാശിനിയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത്രയും നാളും നിങ്ങൾ അമ്മയും മകളും കൂടി എന്നെ ചൂഷണം ചെയ്തു. എന്നെ കൊണ്ട് പാട്ടും പാടിപ്പിച്ചു. നിങ്ങൾ പ്രശസ്തരായി. ഇനി അങ്ങനെ നിന്നു തരാൻ ഞാൻ തയ്യാറല്ല. നീ നിന്ന് തരും. നീ എന്റെ മോൾക്ക് വേണ്ടി ഇനിയും പാടും. ഞാൻ ഇനിയും പാടും. പക്ഷെ അത് എനിക്ക് വേണ്ടി മാത്രമായിരിക്കും. എടി, എടി അല്ല. എനിക്കൊരു പേരുണ്ട്, ശ്യാമ വാസുദേവൻ, അല്ലെങ്കിൽ ശ്യാമ അഖിൽ. മനസ്സിലായോ? നിങ്ങളുടെ വിരട്ടലും വിളച്ചിലും ഒക്കെ ഇനി കൈ വെച്ചിരുന്നാ മതി. ആനന്ദ നിലയത്തിൽ അഖിൽ വർമ്മയുടെ ഭാര്യ ശ്യാമയെ പറയുന്നു. ഓർമ്മിച്ചോ?